പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. BJP എന്ന് പറഞ്ഞത് അവരുടെ ഒരു വ്യൂവില് ഇതൊരു മറ്റേ മതപരമായ ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരുണ്ട്. പക്ഷെ നമ്മൾ നരേന്ദ്രമോദിയിലാണ് വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദിയാണ് നമ്മുടെ ഇന്ത്യ ഇത്ര അധികം ഉയർത്തുകയും ലോക ജനതയുടെ മുന്നിൽ ഇത്ര അധികം ഇത് ചെയ്യുകയും ചെയ്ത വ്യക്തി. ആ വ്യക്തി പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാക്കിയ എല്ലാവർക്കും താങ്ക്സ് പറയാൻ ഒരു പരിധിവരെ നല്ലത്. കാരണം വിവാദങ്ങൾ അതിനൊരു കഴമ്പില്ല എന്നറിഞ്ഞ നിമിഷം ആ വിവാദം ഇല്ലാണ്ടാവുകയാണ്. വെറുതെ വിവാദപ്പെടുത്തി ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സന്മനസ്സുള്ള ഒരു വ്യക്തി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന വാഗ്ദാനവുമായിട്ടാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത് തന്നെ. അപ്പോൾ നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച കുറച്ച് ഓട്ടോ തൊഴിലാളികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഇവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ പുറകിൽ ചതിക്കില്ല, ഉറപ്പാണ്, വോട്ട് ഫോർ BJP, ഈ ഒരു സുരേഷ് ഗോപിയുടെയും താമര ചിഹ്നവും ഇത് എല്ലാം ഏകദേശം 700ഓളം തൃശ്ശൂരിലെ ഓട്ടോറിക്ഷയിൽ ഒട്ടിച്ചുകൊണ്ടുള്ള ഒരു ആദ്യത്തെ പ്രചരണം സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയായിട്ട് തൃശ്ശൂരിൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചേട്ടന്മാരാണ് ഇന്നിപ്പോ നമ്മോടൊപ്പം ചേരുന്നത്. വിനയ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഈ ഒരു പ്രവർത്തനം തുടങ്ങിയ സമയത്ത്? പ്രതീക്ഷയുണ്ടായിരുന്നോ വിജയിക്കുമെന്ന്? നമ്മള് ഈ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് തന്നെ ആദ്യ സംരംഭം നടുവിലായിരുന്നു സുരേഷ് ഗോപി വന്ന് ആദ്യത്തെ പ്രചാരണ പരിപാടി പോലെ നമ്മൾ വെച്ചൊരു പ്രോഗ്രാമിൽ വന്ന് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെക്കുറിച്ച് സംവദിക്കുകയുണ്ടായി. നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുകയുണ്ടായി. അന്ന് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി ഇത്തവണ ഇവിടെ നിന്ന് വിജയിക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുൻനിരയിലുണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് തന്നെ വാക്ക് തന്നിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞങ്ങൾ നിറവേറ്റി അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ തെക്കേ ഗോപുര നട ഇറങ്ങി വന്ന രാജാവായിട്ടാണ് ഞങ്ങൾ എതിരേൽക്കാൻ പോണേനി. കാരണം തൃശ്ശൂരിന് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിലേക്ക് കടന്നു വരുന്നത്. അതും താമര ചിഹ്നത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ആഹ്ലാദത്തിനും സന്തോഷത്തിനും അതിരുകളില്ല എന്നാണ് പറയേണ്ടത്. കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സന്മനസ്സുള്ളൊരു വ്യക്തി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന വാഗ്ദാനവുമായിട്ടാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത് തന്നെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് കേരളത്തെ മൊത്തമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, ആ ദൃഢനിശ്ചയം അടുത്തു വരുന്ന നിയമസഭയിലും അത് കഴിഞ്ഞു വരുന്ന കൗൺസിലിലും പ്രതിഫലിക്കും എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. അത്രയും വലിയൊരു ജയമാണ് തൃശ്ശൂരിന് അദ്ദേഹത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ചേട്ടാ, ഇപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മുടെ ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നൽകിയ സമയത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ കൗൺസിലർ അത് പരസ്യമായിട്ട് പറഞ്ഞു ഇത് ചെമ്പാണ് എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായി. അതിലൂടെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ ഒരു പേരിട്ടു, ചെമ്പ് ഗോപി എന്ന്. ഇപ്പോ ഇങ്ങനെ ഈ രീതിയിൽ അധിക്ഷേപിച്ച ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയൊക്കെ സൈബർ പോരാളികളോടും പ്രവർത്തകരോടും നേതാക്കന്മാരോടൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് ഒരു എളിയ BJP പ്രവർത്തന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്നാണ് ഒരു എളിയ BJP പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം സുരേഷ് ഗോപിയുടെ വിജയം ആധികാരികമായിരുന്നു, യാതൊരുവിധ സംശയവും വേണ്ട. അതിൽ നിങ്ങൾ രണ്ടുപേരുടെയും കഴിഞ്ഞ കാലങ്ങളെ ജനങ്ങൾ വിലയിരുത്തി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ വിജയത്തെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അടുത്തു വരുന്ന വിജയങ്ങളിലേക്ക് അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി നിലകൊള്ളുവാനാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം.
സുരേഷ് ഗോപിയുടെ വിജയത്തെ സംബന്ധിച്ച് എത്രത്തോളം സന്തോഷമുണ്ട്? കൂട്ടത്തിൽ ഈ ഓട്ടോറിക്ഷ കൂടാതെ ഈ ഓട്ടോറിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചതിക്കില്ല എന്നത് ഉറപ്പാണെന്നുള്ള രീതിയിലൊക്കെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ ഇറങ്ങിയതാണ്. എത്രത്തോളം ഈ ഒരു വിജയത്തിന് ശേഷം എങ്ങനെയാണ്? വളരെയധികം സന്തോഷമുണ്ട്. വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ആളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ആളന്ന് തന്നെ പങ്കുവെച്ചപ്പോൾ തന്നെ നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആളെന്തായാലും നടക്കുന്നു. പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ ചേട്ടൻ ഒരു ക്രിസ്ത്യാനി ആയിട്ട് BJP-യിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ സജീവമായപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യൻ കുടുംബത്തിലെ ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ നിന്ന് നടക്കും? വീട്ടിൽ നിന്ന് ചിലവർക്ക് താല്പര്യമില്ല. അവര് ഈ താല്പര്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് എന്ന് പറഞ്ഞാല് BJP എന്ന് പറഞ്ഞത് അവരുടെ ഒരു വ്യൂവില് ഇതൊരു മറ്റേ മതപരമായ ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരുണ്ട്. പക്ഷെ നമ്മൾ നരേന്ദ്രമോദിയിലാണ് വിശ്വസിക്കുന്നത്. നരേന്ദ്രമോദിയാണ് നമ്മുടെ ഇന്ത്യ ഇത്ര അധികം ഉയർത്തുകയും ലോക ജനതയുടെ മുന്നിൽ ഇത്ര അധികം ഇത് ചെയ്യുകയും ചെയ്ത വ്യക്തി. ആ വ്യക്തിയോടുള്ള ആരാധന മൂലമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ചേട്ടൻ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി വെച്ചിട്ട് തൃശ്ശൂരിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ BJP-ക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന് ഉള്ളൊരു ചിന്താഗതി പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്തുണ ലഭിക്കുന്നു. ആരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത്? ക്രിസ്ത്യൻസിന്റെ. ഉറപ്പാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ എത്രത്തോളം ഉണ്ട് ഈ ഒരു ഇതുപോലെയുള്ള ഓട്ടോറിക്ഷയുടെ പുറകിലൊക്കെ ഇങ്ങനെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് ജയിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ എന്തായിരുന്നു അതിന്റെ കാരണം? ജയിക്കുമെന്നുള്ള ഉറപ്പെന്ന് വെച്ചാൽ ഏകദേശം ജനങ്ങൾക്ക് എല്ലാവർക്കും ഇരു മുന്നണികളുടെയും എന്താ പറയാ ബലവും പ്രവൃത്തിയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിലുപരി സുരേഷ് ഗോപി എന്നൊരു മഹാവ്യക്തിയുടെ പ്രഭാവം ആ അകലങ്ങളിൽ നിന്നും മോളിൽ ഡൽഹിയിൽ നിന്നും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം തിരിച്ചിങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. അതൊരു വലിയ ഭാഗ്യം. അതെല്ലാവർക്കും മനസ്സിലായി. അതിലുപരി ആദ്യം തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയുടെ ഈ NDAയുടെ ഇവിടുത്തെ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ച ഓട്ടോ തൊഴിലാളികളാണ്. അതിലുപരി ഇത് വിജയിപ്പിച്ച് അവർ ഓരോ വോട്ടും നൽകി സന്മനസ്സോടെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾ നന്ദി പറയാം. 1000 നന്ദി പറയാം. അതിന് തന്നെ ഇനി രാഷ്ട്രീയ ചിത്രം തന്നെ മാറി കേരളത്തിന്റെ ഇവിടുത്തെ ചരിത്രം മാറ്റി എഴുതുന്ന രീതിയിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഗാലറിയിൽ നിന്നും മറ്റുള്ള നേതാക്കൾ ഈ ഇദ്ദേഹത്തിന്റെ കളി കാണാം. ഇപ്പോ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. 6ലും BJP ആണ് ഒന്നാമത് നിൽക്കുന്നത്. നാട്ടിക 14,000-ന് മുകളിൽ വോട്ടുകളോടുകൂടി ഒന്നാം സ്ഥാനത്ത്, വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്ന ആ ഒരു തലപ്പൊക്കമുള്ള നേതാക്കന്മാർ നിയമസഭയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായാലും എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ? സാധ്യതകളുണ്ടോ ഇനി മുന്നോട്ട് പോകുമ്പോൾ? തീർച്ചയായിട്ടും സാധ്യതകളില്ലായില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ആ ഒരു നല്ല മനുഷ്യന് വേണ്ടി വോട്ട് ചെയ്ത അനേകം പേരുണ്ടെങ്കിലും കേരളത്തിന്റെ ചിത്രം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇരു മുന്നണികളും ഇവിടെ ചെയ്തു കൂട്ടിയ അവലംബങ്ങള് അതുപോലെ ഒരു മുരടിച്ച വികസനങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു വികസിത നേതാവ് വരുമ്പോൾ തീർച്ചയായിട്ടും വഴി മാറിക്കൊടുക്കും. കാലം സത്യത്തെ വിജയിപ്പിച്ചിരിക്കും. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ചിത്രം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെളിയും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ ന്യായം ജയിച്ചിരിക്കും. നല്ലത് ചെയ്യുന്നവന് എപ്പോഴും ഇവിടെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ വലിയ തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ലോക്സഭാ ഇലക്ഷൻ നിർത്തി അല്ലെങ്കിൽ നിന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അധിക്ഷേപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പല സ്ത്രീ വിഷയങ്ങളാണെങ്കിലും ഈ ചെമ്പുഗോപി എന്നുള്ള പേരൊക്കെ വിളിച്ചിട്ടാണെങ്കിലും പല രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വിജയം യഥാർത്ഥത്തിൽ ജനങ്ങൾ ഈ ആളുകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാക്കിയ എല്ലാവർക്കും താങ്ക്സ് പറയാൻ ഒരു പരിധിവരെ നല്ലത്. കാരണം വിവാദങ്ങൾ അതിനൊരു കഴമ്പില്ല എന്നറിഞ്ഞ നിമിഷം ആ വിവാദം ഇല്ലാണ്ടാവുകയാണ്. വെറുതെ വിവാദപ്പെടുത്തി ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആ വിവാദങ്ങൾ സൃഷ്ടിച്ച എല്ലാവർക്കും നന്ദി പറയാണ് വേണ്ടത്. കാരണം ആ വിവാദമാണ് ഇദ്ദേഹത്തെ ഇന്ന് ഈ നിലയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാ വിവാദത്തിനും തക്കതായ മറുപടി സത്യം അപ്പുറത്ത് തെളിയും എന്നുള്ള കാര്യം. കാരണം നുണയെ കുറേ കാലം പിടിച്ചു നിർത്താൻ പറ്റില്ല. വെറും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കുറെ നുണ പടച്ചിടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതിൻ്റെ കൂടി വിജയമാണ് ഇത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയും വിവാദം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നു. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് കൂടെ പ്രതികരിച്ചത്. ഇതുപോലെയുള്ള
ക്രിസ്ത്യൻ സഹോദരങ്ങളടക്കം സുരേഷ് ഗോപിയുടെ ആദ്യകാല പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. ഇവരാണ് ഈ ചതിക്കില്ല എന്നത് ഉറപ്പാണെന്നുള്ള ഒരു പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വിജയത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. വരുന്ന ദിവസങ്ങളിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ടാകും. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടാണ് തൃശ്ശൂരിലേക്ക് ഇനി കാലുകുത്തുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭയിലും അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് മുന്നേ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും വലിയ തരത്തിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിൽ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ BJP ഘടകം. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.